ഇന്ന് ലോജിക് ചാറ്റിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സ്മോൾ ക്യാപ് കാറ്റഗറിയിലെ ഒരു ഫണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന ഫണ്ട് ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് ആണ്. അപ്പോൾ സ്മോൾ ക്യാപ് കാറ്റഗറി എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി അത് റിസ്ക് കൂടിയ ഒരു കാറ്റഗറിയാണ്. അതുപോലെ തന്നെ നമുക്ക് റിട്ടേൺസും കൂടുതൽ കിട്ടുന്ന ഫണ്ടാണ് സ്മോൾ ക്യാപ് കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് എടുത്ത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു കാറ്റഗറിയാണ് സ്മോൾ ക്യാപ് കാറ്റഗറി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫണ്ടിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത്, അതായത് നെറ്റ് അസറ്റ് വാല്യൂ വരുന്നത്, അതായത് മ്യൂച്വൽ ഫണ്ടിൽ ഒരു യൂണിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ NAV എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത് 68.15 ഈ ഒരു ഫണ്ടിൻ്റെ NAV വരുന്നത്. ഈ ഒരു ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് അല്ലെങ്കിൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് വരുന്നത് 8410.88 കോടിയാണ് ഈ ഒരു ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.36% ഈ ഒരു ഫണ്ടിൻ്റെ ഫണ്ട് സൈസ് വരുന്നത്. ഇനി ഈ ഒരു ഫണ്ടിൻ്റെ ലോഞ്ച് ഡേറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത് 29th November 2013 ആണ് ഈ ഒരു ഫണ്ടിൻ്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിൻ്റെ ഫണ്ട് മാനേജർ വരുന്നത് അനുപം തിവാരിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു CA ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിൻ്റെ ബെഞ്ച് മാർക്ക് വരുന്നത് Nifty 50 ആണ്. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ മിനിമം SIP എമൗണ്ട് വരുന്നത് 500 രൂപയാണ്. അതുപോലെ തന്നെ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് മിനിമം എമൗണ്ട് വരുന്നത് 5000 രൂപയാണ്. ഇനി അഡീഷണൽ പർച്ചേസിന് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് വരുന്നത് 100 രൂപയാണ്. അപ്പോൾ ഇതൊരു ഓപ്പൺ എൻഡഡ് ഫണ്ടാണ്. അപ്പോൾ ഓപ്പൺ എൻഡഡ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫണ്ടാണ് നമ്മുടെ ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഫണ്ടിൻ്റെ എക്സിറ്റ് ലോഡ് വരുന്നത് 1% ഈ ഒരു ഫണ്ടിൻ്റെ എക്സിറ്റ് ലോഡ് വരുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു ഫണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് 365 ഡേയ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഫണ്ട് സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സെയിൽ വാല്യൂവിൻ്റെ 1% നിങ്ങൾ എക്സിറ്റ് ലോഡായിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫണ്ടിൻ്റെ ബേസിക് ഡീറ്റെയിൽസിൽ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ മാർക്കറ്റ് അലോക്കേഷൻ കൂടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫണ്ടിൽ കംപ്ലീറ്റ്ലി നമ്മൾ ഇന്ത്യൻ സ്റ്റോക്സിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫോറിൻ സ്റ്റോക്സിലേക്കൊന്നും എക്സ്പോഷർ ഈ ഒരു ഫണ്ടിലില്ല. അപ്പോൾ അതിൽ നമ്മൾ 0.33% ലാർജ് ക്യാപ് സ്റ്റോക്സിലേക്ക് നമ്മുടെ അലോക്കേഷൻ വരുന്നത്. അതുപോലെ മിഡ് ക്യാപ് സ്റ്റോക്സിലേക്ക് വരുന്ന അലോക്കേഷൻ 4.42 സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് വരുന്ന നമ്മുടെ അലോക്കേഷൻ 67.33 അപ്പോൾ ഇതാണ് ഈ ഒരു ഫണ്ടിൻ്റെ മാർക്കറ്റ് ക്യാപ് അലോക്കേഷൻ വരുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫണ്ടിൻ്റെ റിട്ടേൺസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് SIP റിട്ടേൺസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കും SIP റിട്ടേൺസ് ആസ് ഓൺ 9th February 2022 വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 35.09%. സെക്കൻഡ് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 52.09%. തേർഡ് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 42.03%. ഫിഫ്ത്ത് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 29.62%. ഇനി നമുക്ക് ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ റേറ്റ്സ് പാസ്റ്റ് 5 ഇയേഴ്സിൽ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ഫസ്റ്റ് ഇയറിൽ വന്നിരിക്കുന്ന റിട്ടേൺ റേറ്റ് 48.28%. സെക്കൻഡ് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 34.13%. തേർഡ് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 35.46%. ഫിഫ്ത്ത് ഇയറിൽ റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത് 23.46%. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ ബെഞ്ച് മാർക്ക് വരുന്നത് Nifty 50 ആണ്. അപ്പോൾ നമുക്ക് ഈ ബെഞ്ച് മാർക്ക് ബീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ ലാസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫിഫ്ത്ത് ഇയറിൽ ഈ ഒരു ഫണ്ടിൻ്റെ ബെഞ്ച് മാർക്ക് വരുന്നത് 14.21 നമുക്ക് ഈ ഒരു ഫണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച റിട്ടേൺ എന്ന് പറഞ്ഞാൽ 23.46 അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ബെഞ്ച് മാർക്ക് മീറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 5 ഇയേഴ്സിൽ നോക്കുകയാണെങ്കിൽ ബെഞ്ച് മാർക്ക് മീറ്റ് ചെയ്തിട്ടുണ്ട്. 3 ഇയേഴ്സിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫണ്ടിൻ്റെ ബെഞ്ച് മാർക്ക് വരുന്നത് 27.13 ഫണ്ടിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന റിട്ടേൺ 35.46%. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ബെഞ്ച് മാർക്ക് ബീറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ബെഞ്ച് മാർക്ക് വരുന്നത് 37.66%. ഫണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ 34.13%. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും സെക്കൻഡ് ഇയറിൽ ബെഞ്ച് മാർക്ക് ബീറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ ലാസ്റ്റ് ഇയറിൽ നോക്കുകയാണെങ്കിൽ റിട്ടേൺ റേറ്റ്സ് വന്നിരിക്കുന്നത് ബെഞ്ച് മാർക്ക് വന്നിരിക്കുന്നത് 49.18%. നമ്മൾ ഫണ്ടിൽ നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്ന റിട്ടേൺ 48.28%. അപ്പോൾ ലാസ്റ്റ് 2 ഇയേഴ്സിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബെഞ്ച് മാർക്ക് ബീറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു ഫണ്ട്. ബട്ട് ലാസ്റ്റ് 3 ഇയേഴ്സും 5 ഇയേഴ്സും കമ്പയർ ചെയ്യുമ്പോൾ ബെഞ്ച് മാർക്ക് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫണ്ടിൽ. ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ പാസ്റ്റ് കാൽക്കുലേഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ SIP റിട്ടേൺസ് ആണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 10,000 rupees വെച്ച് മന്ത്ലി SIP നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 2017 നമ്മൾ SIP നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. 2022 നമ്മുടെ SIP നമ്മൾ സെയിൽ ചെയ്യുകയാണ്. അപ്പോൾ 5 വർഷത്തേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ വന്നിരിക്കുന്നത് 6 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സെയിൽ വാല്യൂ വന്നിരിക്കുന്നത് 12,44,751.31 നമ്മുടെ സെയിൽ വാല്യൂ വന്നത്.
അപ്പോൾ ഈ ഒരു ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 6,44,751.31 നമുക്കിവിടെ ജനറേറ്റ് ചെയ്യാൻ സാധിച്ച പ്രോഫിറ്റ്. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ ആനുവലൈസ് റിട്ടേൺ വരുന്നത് 29.62% ഈ ഒരു ഫണ്ടിൻ്റെ ആനുവലൈസ് റിട്ടേൺ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ഇയേഴ്സിലെ റിട്ടേൺസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു SIP റിട്ടേൺസ് പാസ്റ്റ് 5 ഇയേഴ്സിൽ ചെക്ക് ചെയ്യുമ്പോൾ മിനിമം 29.62% നമുക്ക് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചൊരു ഫണ്ട് തന്നെയാണ് ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് എന്നുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ റിസ്ക് റേഷ്യോസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ റിസ്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ലാസ്റ്റ് 3 ഇയേഴ്സിൻ്റെ ഒരു ഡാറ്റ പ്രകാരമാണ് നമ്മൾ റിസ്ക് റേഷ്യോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും സ്റ്റാൻഡേർഡ് ഡിവിഷൻ കാണാൻ സാധിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിവിഷൻ കാറ്റഗറി ആവറേജിൽ വന്നിരിക്കുന്നത് 24.3 ഫണ്ടിലേക്ക് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും 23.05. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ എത്ര കുറഞ്ഞിരിക്കുന്നു അത്രയും നമ്മുടെ ഫണ്ടിന് അത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ കാറ്റഗറി ആവറേജ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫണ്ടിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറവാണ്, അതുകൊണ്ട് ഇത് ലെസ് വോളറ്റൈലാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ഗ്രീൻ ബോക്സിൽ ഇത് മെൻഷൻ ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി സെക്കൻഡ് നമ്മുടെ റേഷ്യോ വരുന്നത് ബീറ്റയാണ്. ബീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ സ്കീം നമ്മൾ ബെഞ്ച് മാർക്കുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം വോളറ്റൈലാണ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് ബീറ്റ എന്നുള്ള റേഷ്യോ. അപ്പോൾ ഇത് കാറ്റഗറി ആവറേജിൽ ബീറ്റ വരുന്നത് 0.72 ഫണ്ടിലേക്ക് വരുമ്പോൾ അത് 0.68. അപ്പോൾ ഇത് ലെസ് വോളറ്റൈലാണ് നമ്മുടെ ബെഞ്ച് മാർക്കുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. അതുകൊണ്ടാണ് നമ്മളൊരു ഗ്രീൻ ബോക്സിൽ ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റേഷ്യോ ഷാർപ്പേ റേഷ്യോ ആണ്. അപ്പോൾ ഷാർപ്പേ റേഷ്യോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ റിസ്ക് അഡ്ജസ്റ്റഡ് പെർഫോമൻസ് ആണ്. അതായത് റിസ്കി ആയിട്ടുള്ളൊരു അസറ്റ് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് എത്ര എക്സ്ട്രാ റിട്ടേൺ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു, അതാണ് ഷാർപ്പേ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷാർപ്പേ റേഷ്യോ മോർ ദാൻ 1 ആണെങ്കിൽ അത് നല്ലതാണ്, ലെസ് ദാൻ 1 ആണെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് കുറവാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാറ്റഗറി ആവറേജിലൂടെ വരുന്നത് 0.81, ഫണ്ടിലേക്ക് വരുമ്പോൾ 1.21. അപ്പോൾ നമ്മുടെ ഷാർപ്പേ റേഷ്യോ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഷാർപ്പേ റേഷ്യോ കൂടിയിട്ടുള്ളതുകൊണ്ട് അത് നല്ലൊരു ഫാക്ടറാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ഗ്രീൻ ബോക്സിൽ ഇതിവിടെ മെൻഷൻ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആൽഫ റേഷ്യോ ആണ്. അപ്പോൾ ആൽഫ റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫണ്ട് മാനേജറിൻ്റെ പെർഫോമൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫണ്ട് മാനേജറിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ 1 ആണ്, ലെസ് ദാൻ 1 ആണെങ്കിൽ ഫണ്ട് മാനേജറിൻ്റെ പെർഫോമൻസ് അണ്ടർ വെൽമിംഗ് ആണെന്ന് നമ്മൾ പറയും. മോർ ദാൻ 1 ആണെങ്കിൽ ഫണ്ട് മാനേജറിൻ്റെ പെർഫോമൻസ് ഓവർ വെൽമിംഗ് ആണെന്ന് പറയും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫണ്ട് മാനേജറിനെ പറ്റി നമ്മൾ നേരത്തെ ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞായിരുന്നു. അനുപം തിവാരിയാണ്. അപ്പോൾ ഇത് കാറ്റഗറി ആവറേജിൽ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും 5.04 ഈ ഒരു ഫണ്ടിൻ്റെ കാറ്റഗറി ആവറേജിൽ വരുന്നത്. ഫണ്ടിലേക്ക് വരുമ്പോൾ 12.55. അപ്പം മോർ ദാൻ 1 ആയതുകൊണ്ട് തന്നെ, മാത്രമല്ല കാറ്റഗറി ആവറേജിനേക്കാളും കൂടുതലായതുകൊണ്ട് തന്നെ ഇത് ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ആണുള്ളത്. അതുകൊണ്ടാണ് നമ്മളൊരു ഗ്രീൻ ബോക്സിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഈ ഫണ്ട് മാനേജറിനെ പറ്റിയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫണ്ട് മാനേജറിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ റിസ്ക് റേഷ്യോസ് എല്ലാം നമ്മളിവിടെ ചെക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര സ്റ്റോക്സിലേക്കാണ് ഈ ഒരു ഫണ്ടിലേക്ക് അലോക്കേഷൻ പോയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും ഈ ഒരു ഫണ്ടിൽ 66 സ്റ്റോക്സിലേക്കാണ് നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ടോപ്പ് സ്റ്റോക്സ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിൻ്റെ സെക്ടറൽ അലോക്കേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ സെക്ടറൽ അലോക്കേഷൻ വരുമ്പോൾ ഈ ഒരു ഫണ്ടിൽ ടെക്നോളജി സെക്ടറിലേക്ക് 16.28% ഈ ഒരു ഫണ്ടിൻ്റെ അലോക്കേഷൻ വരുന്നത്. കെമിക്കൽസിലേക്ക് 12.74 വരുന്നത്. ഹെൽത്ത് കെയറിലേക്ക് 7.17 വരുന്നത്. കൺസ്ട്രക്ഷനിലേക്ക് 5.10 ഈ ഒരു ഫണ്ടിൻ്റെ സെക്ടറൽ അലോക്കേഷൻ വരുന്നത്. റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ താല്പര്യപ്പെടുന്ന ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫണ്ട് തന്നെയാണ് ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് എന്നുള്ളത്. അപ്പോൾ ഒരു 3 to 4 ഇയേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ ചൂസ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫണ്ട് തന്നെയാണ് ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്മോൾ ക്യാപ് കാറ്റഗറി തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫണ്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കുന്ന ഫണ്ട്സാണ് കോട്ടക് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത്, അതുപോലെ SBI സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത്, അതുപോലെ തന്നെ കോൺ സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത്. അപ്പോൾ നമ്മളിന്ന് ഈ ഫണ്ടിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ ബേസിക് ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ റിട്ടേൺ കാൽക്കുലേഷൻസ് നമ്മൾ ചെക്ക് ചെയ്തു പാസ്റ്റ് 5 ഇയേഴ്സിൽ. അതുപോലെ തന്നെ ലംസം ഇൻവെസ്റ്റ്മെൻറ്റും SIP റിട്ടേൺസിന് പാസ്റ്റ് 5 ഇയേഴ്സിൽ റിട്ടേൺസ് നമ്മൾ ചെക്ക് ചെയ്തു. അത് നമ്മുടെ ബെഞ്ച് മാർക്കുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തു. അപ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ ബെഞ്ച് മാർക്ക് വരുന്നത് Nifty 50 ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയപ്പോൾ മനസ്സിലായി ലാസ്റ്റ് 2 ഇയേഴ്സിൽ ഒരു ലാസ്റ്റ് 1.5 ഇയേഴ്സിൽ ബെഞ്ച് മാർക്ക് ബീറ്റ് ചെയ്യുന്നില്ല. ബട്ട് 3 ഇയേഴ്സിലും 5 ഇയേഴ്സിലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ബെഞ്ച് മാർക്ക് ബീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 29% നമുക്ക് റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ച ഒരു ഫണ്ട് തന്നെയാണ് ആക്സിസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് എന്നുള്ളത്.
അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ നമ്മൾ ചെക്ക് ചെയ്തു, മാർക്കറ്റ് അലോക്കേഷനെ പറ്റിയിട്ട് നമ്മൾ ചെക്ക് ചെയ്തു. അപ്പം റിസ്ക് ഉള്ള കാറ്റഗറിയാണ്. അപ്പോൾ നിങ്ങൾ റിസ്ക് എടുത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്ന ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫണ്ടാണ്. അപ്പോൾ എല്ലാ മ്യൂച്വൽ ഫണ്ട്സിലും നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, മ്യൂച്വൽ ഫണ്ട്സിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്സ്, നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ്സിന് മുകളിൽ നമുക്ക് ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് നമുക്ക് ഉണ്ടാവുന്നതെങ്കിൽ, അതായത് നമ്മളൊരു ഇക്വിറ്റി ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ഒരു 1 ഇയർ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് നമ്മളത് വിഡ്രോ ചെയ്തു, അത് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോഫിറ്റിൻ്റെ മുകളിൽ, അതായത് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ്റെ മുകളിൽ 15% നമ്മൾ ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് നമുക്ക് ഉണ്ടാകുന്നത്, അതായത് 1 ഇയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടായി, ആ ഒരു പ്രോഫിറ്റ് 1 lakh എക്സീഡ് ചെയ്യുവാണെങ്കിൽ ആ ഒരു പ്രോഫിറ്റിൻ്റെ മുകളിൽ 10% നമ്മൾ ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമ്മുടെ ഒരു എക്സ്പെൻസ് സൈഡായിട്ട് തന്നെ വരും. പിന്നെ ഇതിൽ നമുക്ക് എക്സ്പെൻസ് റേഷ്യോ ആയിട്ട് നമ്മൾ എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ടിൽ എക്സ്പെൻസ് റേഷ്യോ എന്ന് 0.36%. അപ്പോൾ അതും നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഹൗസിലേക്ക് നമ്മൾ പേ ചെയ്യുന്ന ഒരു ഫീ ആണ്. അപ്പോൾ ഈ 2 എക്സ്പെൻസ്, ഈ 2 കോസ്റ്റും നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിലുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങളിവിടെ മനസ്സിലാക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ, ആക്സസ് സ്മോൾ ക്യാപ് ഫണ്ട് ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്തിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ കണ്ടന്റ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം.